എന്താ കുട്ടികൾക്ക് കാശിന്റെ കാര്യമൊക്കെ? ഇത് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ നിന്നെ കാണിച്ചതാ. ഇപ്പൊ വിൽക്കാൻ പോകുകയാണ്. ഇതാ കണ്ടു. ഞാൻ എന്ത് പറയാനാ? ബാങ്കിൽ ഉണ്ടായിരുന്ന കുറച്ച് കാശ് ഇതാ എടുത്തോണ്ട് വരിക. ബാക്കിയുള്ളതിന് നള്ളിയുടെ പണ്ടങ്ങളും പിന്നെ ഇതും വിൽക്കണം. ആവുന്നിടത്തോളം കുട്ടികൾക്ക് ശരിയാക്കി, ബാക്കിക്ക് ഞാൻ ശ്രമിക്കാം. ഇനി വിൽക്കാൻ പോകുന്നിടത്ത് ഉരച്ചൊരച്ച് അവരെന്താണാവോ തരിക. മക്കളെ, എന്റെ പാറുക്കുട്ടീനെ അറക്കരുത് കേട്ടോ. പാറുക്കുട്ടീനെ നമ്മള് അറക്കാനല്ല വളർത്താനാ കൊണ്ടുപോണത്. നീ എപ്പോ വന്നു മോനെ? സൈക്കിളിന്റെ ഒച്ച കേട്ടില്ലല്ല. എന്തിനാ ഉമ്മ പശുവിനെ കൊടുത്തത്? തൽക്കാല ആവശ്യങ്ങൾ അതുകൊണ്ട് നടന്നിരുന്നതല്ലേ. എന്നാലും ഇപ്പൊ എല്ലാം കൂടി ആയാ മോനെ. ഉമ്മ ദാ ചായ. അപ്പൊ എന്താ ഇങ്ങനെ തീരുമാനിച്ച്? അങ്ങനെ ഒന്ന് കിട്ടിയപ്പോ പോയി കളയാമെന്ന് വിചാരിച്ചു. ഷെരീഫും ശ്രമിക്കുന്നുണ്ടാവും. എന്നാലും ഇതൊരു നല്ല പാർട്ടിയാ. ഷെരീഫ് ആഴ്ചയില് 2 കത്ത് വീതം എഴുതണതാ. ഇപ്പൊ 3 ആഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. എന്താണാവോ? ഓനോട് ഒരു കത്ത് എഴുതാൻ പറയണം. ശരിയത്താ. പിന്നെ വഴിച്ചെലവിന് ഇതിരിക്കട്ടെ. പോണ കാര്യത്തില് പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇത്ത ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കണം. പടച്ചോ നല്ലതേ വരുത്തു കുട്ടിയാലി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ സബറ. പോയി വരീ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. സൈനബ, നസീമ, കുട്ടിയാലിക്ക് പോയിട്ട് വരാം. ദുബായിൽ ചെന്ന ഉടനെ ഞാൻ കത്തയക്കാം. നസീമ, നീ എങ്കിലും നന്നായിട്ട് പഠിക്കണം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോകുന്നമ്മ. അല്ലാഹു എന്റെ മോനെ നല്ലത് വരുത്തട്ടെ. കരയല്ലോ. ഇക്കക്ക ദുബായിൽ നിന്ന് വരുമ്പോ ഒരുപാട് കാശുമായിട്ട് വരും. ഇവിടെ വന്ന ഓട്ടം, ഈ ഓട്ടം നേരെ ഓടിയാണെങ്കിൽ ദുബായിൽ എത്തിയാലേ ആ സമീപം. നിങ്ങളുടെ ഈ ട്രെയിനിൽ മറ്റ് 6 പേർ വരേണ്ടായിരുന്നു.
രണ്ടുപേരെ കാണാനില്ല. രണ്ടുപേരെ കയറും. വേറെ ടാക്സിക്ക് ഫോൺ നമ്മ എഴുതി കയറണം. കേറ് സ്വാമി. കേറ് ബാല. നീ ഇരിക്കും സ്വാമി. വിട്ടോ. എന്താ മിസ്റ്റർ അയ്യർ ഇത്രയും ചെറിയ ലഗേജ്? சின்ன சாமானம் பெரிய சுகம். லெஸ் லகேஜ் மார் கம்ஃபர்ட். ஸ்ட்ரீட் எங்க இருக்கு? இல்ல நம்ம ஆண்டி வந்து அதுக்கு பக்கத்துல இருக்காரு, கொஞ்சம் பார்க்கணும், அவ்வளவுதான். സ്വാമി കുഴപ്പമൊന്നും ഉണ്ടാക്കിയത് നാളത്തെ ഫ്ലൈറ്റിൽ പോകണല്ലോ. വരും. എല്ലാവരും കുളിച്ച് റെഡി ആയിരിക്കും. 1 മണിക്കൂറിനുള്ളിൽ കാർ അയക്കും. നേരെ ബോസിന്റെ അടുത്ത് പോകണം. ഇന്റർവ്യൂ കഴിഞ്ഞ് സെലക്ട് ചെയ്താൽ എഗ്രിമെന്റ് ഫോം ഒപ്പിടണം. പിന്നെ ചില ഫോർമാലിറ്റീസും. എന്നാ ഞാൻ വരട്ടെ. പിന്നെ കമ്പനിയുടെ പേരിലെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ആഹാരമല്ലാതെ വല്ല മദ്യവും മറ്റോ കഴിച്ചാൽ കയ്യിൽ നിന്ന് കൊടുത്തോണം. என்ன பாத்துட்டு இருக்கே, வாங்க போலாம். ഇത് എന്താണെന്ന് അറിയാവോ? ദന്നൊന്നരം കോയമ്പ് നമ്മുടെ ഉമ്മ കാച്ചിയതാണ്. അയ്യാ ഒന്ന് മനസ്സ് നോക്ക് പാഹയാ. പല നീ വേഗം കുളിക്ക്, നാളെ നമുക്ക് പോണ്ടതല്ലേ. അതിന് മുമ്പ് ബൊമ്പായൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കാം. ചെല്ലി പോ. പല ദന്നൊന്നരം കോയമ്പ് ദുബായി കിട്ടുവോ? കുട്ടികൾക്കൊന്ന് സമാനപ്പെടുന്നേ, നമുക്ക് സംഘടിപ്പിക്കാം, കിട്ടും. ബാല ഈ തടിയുടെ രഹസ്യം ഉമ്മാടെ ദന്നൊന്നരം കോയമ്പ്. പിടിക്കട്ടെ. കുയിലിനെ തേടി കുതിച്ച് പായും മാര പട്ടുകുപ്പായക്കാര. പട്ടുകുപ്പായം കീഴൊരു കില്ലം തോർത്താണുള്ളത്. അവനൊരു കാർപ്പറ്റും മാങ്ങ തൊലിയും മണ്ണാങ്കട്ടെ. കുളിക്കാനൊരു തുള്ളി വെള്ളമില്ല കുട്ടികൾക്കാ. അല്ല ചതിച്ച ഞമ്മ ഉമ്മാടെ ദന്നൊന്നരം കോയമ്പാണ് തേച്ചേക്കുന്നത്. ഒന്ന് വിളി വിളി. അരെ ബോയ്, 2 വർത്താനം പറഞ്ഞു കൊടുക്ക്. നീയല്ലേ വിളിച്ചത്? പറ. വെള്ളം പാനി വാട്ടർ ദണ്ട കരം കുളിക്കാൻ. അവനിക്ക് പെരുത്ത് മനസ്സിലായി. അവൻ അച്ഛനെ കുളിപ്പിക്കാൻ പോയേക്കാണ്. എടാ ബാല, ഈ ബുദ്ധിയില്ലാത്തവരോട് നീ കാണിക്കുന്ന നിന്റെ ബുദ്ധി ഉണ്ടല്ല, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നടാ ബാല. ഈ ബുദ്ധിയും കൊണ്ട് നീ ദുബായിക്ക് വാ. വന്നേ पानी आ गया, ऊपर का टैप बंद था. बंद. ബാല, ബന്ദ് പേടിച്ചാണ് ഞമ്മ കേരളത്തിൽ നിന്ന് ബോംബായിക്ക് വന്നത്. ഇവിടെയും ബന്ധാ. അല്ല ബാല, നമ്മുടെ ദുബായിൽ ബന്ധുണ്ടാവും. അവിടെ ബന്ധമൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ദുബായ് അല്ലേ. ഞാനൊന്ന് അപ്പളേ എന്റെ പൊന്നുവൻ ഇങ്ങോട്ട് നിന്ന് കോയമ്പാണ് തേച്ചേക്കണത്. അവന്റെ പാനി എപ്പ നിൽക്കും അറിഞ്ഞൂടാ. നമ്മ തേച്ച് കൈ കളയട്ടെ. അല്ല ബക്കറ്റ് ഒന്നും വേണ്ട.
കുയിലിനെ തേടി കുതിച്ച് പായും മാരാ പട്ടുകു പിന്നെ തുറക്കല്ലേ കുറ്റിയില്ല